പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നതാണല്ലോ നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഐതിഹ്യം പല ആളുകൾക്കും അറിയത്തില്ല, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം ഉണ്ടാവാനിടയായ സാഹചര്യവും അതിന്റെ സ്റ്റോറിയും ആണ് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോയാലോ. കൃത്യം പറയാൻ നമ്മുടെ തൃശ്ശൂർ പൂരം ഉണ്ടാവാനിടയായ ഒരു ഇൻസിഡന്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ 200 വർഷം അല്ലെങ്കിൽ 2 പതിറ്റാണ്ട് പിന്നിലേക്ക് പോകണം. അപ്പൊ ഇതിന്റെ ഇൻസിഡന്റിന് ആധാരമായ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പുരാതനമായതും അതേപോലെ തന്നെ ഏറ്റവും ഗംഭീരവുമായ ഒരു പൂരമായിരുന്നു ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ആറാട്ടുപുഴ പൂരത്തിലേക്ക് തൃശ്ശൂർ ഭാഗങ്ങളിൽ നിന്നും അതേപോലെ തന്നെ അവിടെയുള്ള നാനാ പ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ ഈ പൂരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അതായത് അവിടുന്ന് പങ്കെടുക്കുന്ന ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവഗണങ്ങളാണ് നമ്മുടെ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഐതിഹ്യം എന്ന് പറയുന്നത്. എന്നാൽ ഒരു വർഷം അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴ കാരണം നമ്മുടെ ഈ പാറമേക്കാവും അതേപോലെ തന്നെ തിരുവമ്പാടി തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് നമ്മുടെ ആറാട്ടുപുഴ പൂരത്തിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അന്ന് നമ്മുടെ ഈ ആറാട്ടുപുഴ അമ്പലത്തിലെ ക്ഷേത്രാധികാരികൾ, അവിടുത്തെ ഭരണാധികാരികൾ, രാജാവ് എല്ലാം കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന മഴ കാരണം ഈ വൈകി എത്തി നമ്മുടെ ഇത്തരം പറഞ്ഞ ക്ഷേത്രങ്ങളിലായിരുന്നു, ആ ക്ഷേത്രങ്ങളിൽ അവർ വൈകി എത്തിയതുകൊണ്ട് തന്നെ അടുത്ത പൂരങ്ങളിലേക്ക് ഈ ഭരണാധികാരികൾ യാതൊരുവിധ ദയവും കൂടാതെ കാരണം ഒന്ന് അന്വേഷിക്കാൻ അവരെ ആ പൂരത്തിൽ നിന്ന് മൊത്തത്തിലങ്ങ് വിലക്കി കളഞ്ഞു.